ആശാ വർക്കർമാരുടെ സമരം 50 നാളുകൾ പിന്നിട്ടുകയാണ്. ഇവിടെ കാണുന്നത് അമ്മമാരാണ്, സ്ത്രീകളാണ്. 50 ദിവസം കഴിഞ്ഞിട്ടും സർക്കാർ യാതൊരുവിധ നടപടിയും എടുത്തിട്ടില്ല. കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതിയാണ് ഒരു കൂട്ടം ആശാ പ്രവർത്തകർ, കോവിഡ് പോരാളികൾ എന്ന് പറയുന്ന ആശാ പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് സമരവുമായി എത്തുന്നത്. ഇവർ വിചാരിച്ചിരുന്നില്ല ഒരിക്കലും ഇത്രയും നാൾ ഇത് നീണ്ടുപോകുമെന്ന്. സർക്കാർ ഒരു അനുഭാവപൂർണമായ സമീപനം ഇവർക്ക് ലഭിക്കും എന്ന് തന്നെയായിരുന്നു ഇവർ പ്രതീക്ഷിച്ചത്. എന്നാൽ ഇവിടെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് 50 ദിവസങ്ങളാണ് പിന്നിട്ടിരിക്കുന്നത്. ഇവരുടെ സമരം നിരാഹാര സമരത്തിലേക്കും മാറിയിരിക്കുകയാണ്. അങ്ങനെ 3 പേരാണ് ഇപ്പോൾ നിരാഹാര സമരം ഇവിടെ അനുഷ്ഠിക്കുന്നത്. നിരാഹാര സമരം കണ്ടിട്ടും സർക്കാർ കണ്ണു തുറന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഒരു സ്ത്രീയുടെ മുടി മുറിക്കുക എന്ന് പറയുന്ന വളരെ വൈകാരികമായ ഒരു മുഹൂർത്തമാണ് ഇവിടെ നടന്നത്. ഇന്ന് ഈ ആശാപ്രവർത്തകർ അവരുടെ മുടി മുറിക്കുകയായിരുന്നു, ചിലർ തല മുണ്ടനം ചെയ്യുകയായിരുന്നു. അങ്ങനെ സർക്കാരിനെ കണ്ണു തുറപ്പിക്കണമേ എന്ന് ഇവർ അപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ പോലും ഒരിക്കൽ പോലും സർക്കാർ ഇവരോടൊരു അനുഭാവപൂർണമായ ഒരു സമീപനമല്ല ഇവരോട് കാണിക്കുന്നത്. ഈ പൊരി വെയിലത്തും അതുപോലെ മഴയത്തും ഇവർ ഇവിടെ സമരം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതുവരെ ഇവരുടെ കാര്യങ്ങൾ കേൾക്കാനോ സംസാരിക്കാനോ ഒന്നും തന്നെ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ്. ഒരുപാട് സമരങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ ഒരു സ്ത്രീ അവരുടെ മുടി മുറിക്കുക എന്ന് പറയുന്നത് വളരെ ഏറ്റവും വൈകാരികമായ ഒരു മുഹൂർത്തം തന്നെയാണ്. നമുക്ക് ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു സ്ത്രീ മുടി മുറിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം വലിയ ഒരു വൈകാരിക മുഹൂർത്തമാണ് അവിടെ ഉണ്ടാകുന്നത്. ഇവിടെ ഇത്രയും വലിയൊരു വൈകാരിക മുഹൂർത്തമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഒരുപാട് ആശാപ്രവർത്തകർ, നമ്മുടെ സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവരാണ് ഈ കോവിഡ് പോരാളികൾ, നമ്മളുടെ കോവിഡ് പോരാളികളാണ് എന്ന് തന്നെ പറഞ്ഞ അവരാണ് ഈ 50 ദിവസം ഇവിടെ സമരം ചെയ്യുന്നത് എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ദുഃഖപൂർണമായ ഒരു കാര്യമാണ്. കാരണം ശക്തമായ ചൂട് തന്നെയാണ് ഇവിടെയുള്ളത്, ശക്തമായ ചൂടാണ്. എന്നിട്ടും ഇവർ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് മാറുന്നില്ല. ഓരോ ദിവസവും കനലുകളാണ് ഇവരുടെ ഉള്ളിൽ വരുന്നത്. എന്തായാലും ഇവർ പറയുന്നത് ഈ സമരം ഞങ്ങൾ വിജയിപ്പിച്ചേ പോകൂ എന്നുള്ളതാണ്. സർക്കാരിന് ഇവരോട് അനുഭാവപൂർണമായ ഒരു കാര്യമെങ്കിലും പറയാമായിരുന്നു, പക്ഷേ അവർ പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പൊ നമ്മളുടെ കൂടെ സമരസമിതിയുടെ ആള് റോസമ്മ ചേച്ചി തന്നെ ചേരുന്നുണ്ട്. ഇനി സർക്കാരിൽ യാതൊരു വിശ്വാസവും ഇല്ല. സ്ത്രീകളുടെ പൊതു സ്വത്ത്, സ്ത്രീകളുടെ സ്വത്തെന്ന് പറയുന്നത് അവരുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തലമുടി തന്നെയാണ്. ഇത് മുറിക്കുന്നതിന് മുൻപ് ഏതാനും നിമിഷം വരെയും ഞങ്ങളുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. മന്ത്രി വരും, ഉറപ്പായി മുഖ്യമന്ത്രി വരുന്നു. ഇനി ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഒരു ഔദാര്യവും വേണ്ട. ഞങ്ങളെ അത്രയേറെ മനസ്സ് മുഴുവനും മുരടിപ്പിച്ചു. അവസാന നിമിഷം വരെ ഞങ്ങൾ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ഈ ദുഷ്കർമ്മം ഞങ്ങൾ ഇവിടെ ചെയ്യേണ്ടതായി വന്നു. അത് ജീവിതത്തിൽ ഈ കേരളം, ഈ ലോകം ഒരു വലിയ ചരിത്രം കുറിച്ചുകൊണ്ടാണ് ഇത്രയും സമാധാനപരമായി നിന്ന ഞങ്ങളെ ഇത്രയും ഭയങ്കരമായ ദുഷ്കൃത്യം ചെയ്യാനിടയാക്കിയത്. ഇത് തീർച്ചയായും ഭരണ സംവിധാനത്തിന്റെ അടിത്തറ ഇളകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള നിലപാട് ഇപ്പം എന്താണ്? ഒന്നും അറിയാൻ വയ്യ. ആരോഗ്യമന്ത്രിക്ക് എപ്പോഴും ഞങ്ങളോട് പറയാനുള്ളത് ഖജനാവിൽ കാശില്ല എന്നുള്ളത് മാത്രമാണ്. ആ പരിദേവനം പറയാനാണ് ഞങ്ങളെ 2 പ്രാവശ്യവും വിളിച്ചത്. ആ പരിദേവനം തന്നെയാണ് ഇപ്പോഴും അവർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയും അനുഭാവപൂർവ്വം പരിഗണിക്കുവാണ്, അനുഭാവപൂർവ്വം ആശമാരോട് പരിഗണിക്കും. ആ വാക്കുകൾ മാത്രമേ ഉള്ളൂ. ചിത്രത്തിലെ പശു പുല്ല് തിന്നില്ല. തീർച്ചയായും ഇവർ പറയുന്നത് വളരെ ഇതാണ്. ഇവരുടെ വാക്ക് മാത്രമാണ് ഉള്ളത്. അനുഭാവപൂർവ്വം നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന് പറയുമെങ്കിലും ഇതുവരെ യാതൊരു രീതിയിലുള്ള അനുഭാവപൂർണമായ പരിഗണനയും ഇവർക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും. നമുക്ക് ഈ കാണാൻ പറ്റും, ഇത് ഈ സ്ത്രീകളുടെ മുടിയാണ്, മുറിച്ച മുടിയാണ് ഇവർ ഇങ്ങനെ തൂക്കുന്നത്. കാരണം ഒരു സ്ത്രീ മുടി മുറിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വൈകാരികമായ ഒരു മുഹൂർത്തം തന്നെയാണ്. എന്തായാലും ഈ പൊരിഞ്ഞ വെയിലിൽ മഴയത്ത് ഇവരുടെ ഈ സമരം സർക്കാർ കാണുന്നത് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും ഈ സമരത്തിനെങ്കിലും സർക്കാർ അനുഭാവപൂർണമായ ഒരു സമീപനം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ക്യാമറാമാൻ അഖിലിനൊപ്പം റോജി ഇലവനാകുഴി, ഷെക്കൈന ന്യൂസ്, തിരുവനന്തപുരം.